ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഡിസ്ക്രൈബിംഗ് പീപ്പിളാണ്. ഒരാളെ നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്നും എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസ്ക്രൈബിംഗ് പീപ്പിളാണ്. ഒരാളെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഹൗ ഡസ് ഹി ലുക്ക് ലൈക്ക്? അവൻ കാണാൻ എങ്ങനെയാണ്? ഹൗ ഡസ് രമേശ് ലുക്ക് ലൈക്ക്? രമേശ് കാണാൻ എങ്ങനെയാണ്? രമേശ് ഈസ് എ ടോൾ ബട്ട് ദിസ് മാൻ ഓഫ് 35. രമേശ് ഉയരമുള്ള എന്നാൽ മെലിഞ്ഞ 35 വയസ്സുകാരനാണ്. ബട്ട് ഹിസ് ബ്രദർ ഈസ് എ ഷോർട്ട് ഫാറ്റ് മാൻ. എന്നാൽ അയാളുടെ സഹോദരൻ ഒരു കുള്ളനായ തടിച്ചയാളാണ്. ഈസ് ഗുഡ് ലുക്കിംഗ്. അയാൾ കാണാൻ ഭംഗിയുള്ളവനാണോ? ഈസ് ഹാൻസം. ഈസ് നോട്ട് അഗ്ലി അറ്റ് ഓൾ. അയാൾ സുന്ദരനാണ്. അയാളെ കാണാൻ കൊള്ളാത്തവനല്ലേയല്ല. അടുത്തത് ഈസ് യങ് ബട്ട് ഈസ് നോട്ട് ഫാഷനബിൾ. അയാൾ പരിഷ്കാരിയല്ല. ഗോപാൽ ഓൾവേസ് വിയർ ഗ്ലാസസ്. ഈസ് യങ്. ഗോപാൽ എല്ലായ്പ്പോഴും കണ്ണാടി ധരിക്കുന്നു. ഈസ് യങ് ആൾസോ. ഈ ലുക്ക് 38 years old. അയാൾ ചെറുപ്പക്കാരനുമാണ്. അയാളെ കണ്ടാൽ 38 വയസ്സുള്ള പ്രായമാണ്. ഹൗ ഓൾഡ് ഈസ് ഹിസ് ബ്രദർ? അയാളുടെ സഹോദരന് എത്ര വയസ്സാണ്? ഹി സീംസ് ടു ബി 25. അയാൾക്ക് 25 വയസ്സുള്ളതുപോലെ തോന്നുന്നു. ദ മാൻ ഹൂ സ്റ്റാൻഡ്സ് there with glasses seems well. കണ്ണട ധരിച്ച് അവിടെ നിൽക്കുന്നു. അയാൾ നന്നായി പാടുന്നു. but he has pale skin and freckles. എന്നാൽ അയാൾക്ക് വിളർച്ചയുള്ള തൊലിയാണ്. അതിൽ പുള്ളികളുമുണ്ട്. ശേഖർ ഈസ് വെരി ഓൾഡ്. he has wrinkled face. ശേഖർ വളരെ പ്രായമായ ആളാണ്. അയാൾക്ക് ചുളിഞ്ഞ മുഖമാണുള്ളത്. ഷീല has got a tattoo of butterfly on her arm. ഷീലയ്ക്ക് അവളുടെ കൈത്തണ്ടയിൽ അപ്പോൾ ഷീലയ്ക്ക് അവളുടെ കൈത്തണ്ടയിൽ പൂമ്പാറ്റയുടെ ആകൃതിയിൽ മഷി കുത്തിയ ഒരു അടയാളമുണ്ട്. മോഹൻ ഈസ് വെരി ഫ്രണ്ട്ലി സോഷ്യലബിൾ. മോഹൻ വളരെ സൗഹൃദമുള്ളവനാണ്. ആരോടും ഇഷ്ടപ്പെടുന്നവനാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയ ഡിസ്ക്രൈബിംഗ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മടി കൂടാതെ ചോദിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിനെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിലും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് ഇനി വീഡിയോസുകൾ ചെയ്യാനുള്ള പ്രചോദനം. നിങ്ങൾ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.